2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ശക്തമായ രണ്ട് മുന്നണികൾ പരമ്പരാഗതമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDF-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ഉം തമ്മിലുള്ള മത്സരമാണ്. സാധാരണയായി കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമവാക്യം അനുസരിച്ച് ഈ രണ്ട് കക്ഷികളും CPM-ഉം അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. എന്നാൽ പോലും കേരളത്തിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന സവിശേഷത മറ്റു രണ്ട് കൊച്ചു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിഫലിപ്പിക്കാൻ പോകുന്നത് നിലവിലുള്ള പിണറായി സർക്കാരിന്റെ ഒരു വിലയിരുത്തലായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇപ്പോൾ 8 വർഷം പൂർത്തിയാക്കിയ പിണറായി സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ കേരളത്തിലെ സാമ്പത്തിക, വ്യാവസായിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അപജയത്തിന്റെ ഒരു പ്രതികരണം തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തൊഴിലില്ലായ്മ അസാധാരണമായി വർദ്ധിച്ചിരിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ധനസ്ഥിതി അതിദയനീയമായി തകർന്ന തരിപ്പണമായിരിക്കുന്നു. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾ പോലും വഴിമുട്ടി നിൽക്കുന്നു. ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു. വെള്ളപ്പൊക്കം കൊണ്ടും അല്ലാതെയുമുള്ള ദുരിതങ്ങൾ അനുഭവിച്ച് ആളുകൾ വല്ലാതെ കഷ്ടത അനുഭവിക്കുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അവശ്യ വസ്തുക്കൾ ഒന്നും തന്നെ ലഭ്യമല്ല. ആശുപത്രികളിൽ പാവപ്പെട്ട ആളുകൾക്ക് ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമല്ല. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇതെല്ലാം സഹികെട്ടതായിട്ടുള്ള ഒരു ജനമാണ് ഇവിടെ ഇപ്പോൾ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. വരുന്ന വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കേണ്ടതുണ്ട്. അത് കഴിയുമ്പോൾ 2026 ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്ക് ഈ മന്ത്രിസഭയുടെ 2ാം ഊഴവും പൂർത്തിയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം നിലവിലുള്ള പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ തന്നെ ആയിരിക്കും എന്നത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന NDA മുന്നണിക്കെതിരായുമുള്ള ഒരു വിലയിരുത്തലായിരിക്കും. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം 2 ദിശകളിൽ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒന്ന്, കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ, അവലോകനം. അതോടൊപ്പം തന്നെ പിണറായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു കണ്ടെത്തൽ. ഇതെല്ലാം ഈ 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങളും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 20 സീറ്റുകളും നേടും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 20 സീറ്റുകളിൽ 19 സീറ്റുകളും UDF കരസ്ഥമാക്കിയതാണ്. ഈ പ്രാവശ്യം UDF നേതാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ പിണറായി സർക്കാരിനെതിരായുള്ള ഒരു വിലയിരുത്തൽ കൂടിയാകുന്നത് കൊണ്ട് 20-ൽ 20 സീറ്റും ലഭിക്കുമെന്ന് പറയുന്നു. എന്നാൽ മറുഭാഗത്ത് NDA മുന്നണി, BJP പോലും വളരെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നത്. കേരളത്തിൽ നാളിതുവരെ BJPക്ക് ഒരു പാർലമെന്റ് അംഗത്തെ തെരഞ്ഞെടുത്തയക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം കുറഞ്ഞത് 2 സീറ്റുകളെങ്കിലും അവർ നേടുമെന്ന് അവരുടെ നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. LDF ആകട്ടെ അവർക്ക് 10-ൽ കുറയാത്ത സീറ്റുകൾ കിട്ടുമെന്ന് അവരും അവകാശപ്പെടുന്നു. ഏതായാലും ഈ അവകാശങ്ങളുടെയൊക്കെ യഥാർത്ഥ ചിത്രം ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തു വരാൻ പോവുകയാണ്. അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ കേരള സർക്കാരിന് ഉണ്ടാക്കും. കേരള സർക്കാരിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം എന്ന രീതിയിൽ ഈ ഫലത്തെ വിലയിരുത്തുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. അതുകൊണ്ട്
വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയിലെ BJP ഗവൺമെന്റിനെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകും. അതിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ആ ചിത്രം വ്യക്തമാകുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും ചില വ്യക്തമായ സൂചനകൾ ലഭിക്കും എന്ന് തന്നെ വേണം കരുതാൻ.